നമസ്കാരം. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. മരുഭൂമിയിൽ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. അവനെ മാലാഖമാർ ശുശ്രൂഷിച്ചു. തമ്പുരാൻ്റെ നോമ്പുകാലത്തെക്കുറിച്ച് സുവിശേഷകൻ മർക്കോസിൻ്റെ കുറിപ്പാണ് ഇത്. മൃഗീയ വാസനകളെല്ലാം ദൈവിക വാസനകളായി പരിണമിക്കേണ്ട കാലമാണ് നോമ്പുകാലം. ഗുണപരമായ പരിവർത്തനത്തിന് വേണ്ടിയുള്ള പോരാട്ടക്കാലമാണ് ഇത്. എൻ്റെ ജഡകാമനകളെ ഉയർന്ന ബോധ്യങ്ങളാക്കി തീർക്കുന്ന മഹാപ്രയത്നത്തിൻ്റെ കാലം. കണ്ണും കാതും തുടങ്ങി ശരീരത്തിലെ 9 വാതിലുകളും കാവൽ നിയമിക്കുന്നതായ സമയം. ഉള്ളിലെ വീര്യം ചോർന്നു പോകാതെ അടക്കം ശീലിക്കുക. കാനാവിലെ കല്യാണ വീട്ടിൽ 6 കൽഭരണികളാണ് ഉണ്ടായിരുന്നത്. അത് നിറച്ചു വെക്കുക എന്നാണ് തമ്പുരാൻ്റെ കൽപ്പന. 40 നോമ്പിൻ്റെ 6 ആഴ്ചകളാകുന്ന 6 കൽഭരണികളിലേക്ക് നമ്മുടെ ഉള്ളം ഒന്ന് പകർന്ന് വെക്കണം. നമ്മുടെ പരക്കം പാച്ചിലുകളെ ഒന്ന് തടുത്ത് തിരക്കുകളിൽ ഒഴുക്കി പരന്ന് പോയതായ നമ്മെ ഒന്ന് കോരിയെടുത്ത് നോമ്പിലൊഴിച്ച് വെക്കണം. അവൻ പറയുന്നത് പോലെ ചെയ്യുക. നിശ്ചയമായും നമ്മുടെ ക്രിസ്ത്യാനികരണം വീര്യമുള്ളതായി തീരും. വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഒരു പുതിയ തുടക്കം നൽകാനുള്ള ഒരവസരം കൂടിയാണ് ഇത്. ക്ഷമയോടും സ്നേഹത്തോടും സമാധാനത്തോടും നാം കഴിയണം. അഹങ്കാരം മനുഷ്യനെ നശിപ്പിക്കും, അവനെ പിശാചാക്കും. അതിനാൽ നോമ്പാകുന്ന കഷായം എല്ലാവരും കുടിക്കണം. പരസ്പരം ക്ഷമിക്കണം. പരസ്പരം ക്ഷമിക്കുന്നത് സ്വർഗത്തിൻ്റെ അനുഭവമാണ്, അഹങ്കാരം നരകത്തിൻ്റേതും. കുരിശാണ് ഏദനിലേക്കുള്ള വഴി. കുരിശിൽ കിടന്ന കള്ളന് അനുതാപം കൊണ്ടാണ് ഈ മാർഗം കർത്താവ് കാട്ടിക്കൊടുക്കുന്നത്. ഈ നോമ്പ് അനുതാപത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആയിത്തീരണം. ക്രമവിരുദ്ധമായതെല്ലാം നീക്കുവാൻ ഇടയാകട്ടെ ഈ കാലം. നമ്മുടെ വായുകളെ ദൈവിക സ്തോത്രങ്ങൾ കൊണ്ട് നിറയ്ക്കേണ്ട കാലമാണ് ഇത്. നമസ്കാരം.